ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാജ്യത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ സന്താൾ വിഭാഗത്തിന്റെ സംഭാവനകൾ എന്നും അനുസ്മരിക്കപ്പെടുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പശ്ചിമബംഗാളിൽ 9ാമത് അന്താരാഷ്ട്ര സന്താൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആദിവാസി വിഭാഗങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യവികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഡാർജിലിംഗ് ഹിൽ ഫെസ്റ്റിവൽ ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസവും തുടരുന്നു. ഇറാനുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും നിരുപാധികം കീഴടങ്ങിയാൽ ഇറാനെ സാമ്പത്തികമായി പുനർനിർമ്മിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സംഘർഷം പരിഹരിക്കാൻ ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചു. മേഖലയിൽ സുസ്ഥിരമായ സമാധാനത്തിന് ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ രാജ്യത്തിന്റെ അന്തസ്സും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. സാങ്കേതിക തകരാർ നേരിട്ട ഇറാനിയൻ പടക്കപ്പലിന് അഭയം നൽകി ഇന്ത്യ. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന്റെ അഭ്യർത്ഥന പരിഗണിച്ച് കൊച്ചിയിലെ നാവികസേനാ ആസ്ഥാനത്താണ് ഇറാനിയൻ കപ്പലായ IRIS 11 അടിയന്തരമായി ഡോക്ക് ചെയ്യാൻ അനുമതി നൽകിയത്. കപ്പലിലെ 183 ജീവനക്കാർക്ക് താമസ സൌകര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. തികച്ചും മനുഷ്യത്വപരമായ നടപടിയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന റെയ്സിന ഡയലോഗിലെ മന്ത്രിതല സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശിലയാണ് സംശുദ്ധമായ വോട്ടർ പട്ടികയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ്യരായ ഒരു വോട്ടറും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ലെന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് SIR നടപ്പാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയാണെന്നും ശ്രീ ഗ്യാനേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. വികസനത്തിൽ ഉയർന്നുവരുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെയും പടഹാരം പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വേമ്പനാട് കായലിനു കുറുകെ നിർമ്മിച്ച പെരുമ്പളം പാലവും മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. മലയോര ഹൈവേയുടെ ബാലുശ്ശേരി, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന തലയാട് മലപ്പുറം റീച്ചിന്റെ ഉദ്ഘാടനവും ചെമ്പ്ര മുതൽ 28ാം മൈൽ വരെയുള്ള റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. 6.79 കിലോമീറ്റർ നീളത്തിൽ 50 കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭിച്ച പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്തത്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റയ്ക്ക് സമീപം സജ്ജമാക്കിയ ടൌൺഷിപ്പ് നടൻ മമ്മൂട്ടി സന്ദർശിച്ചു. 15 മിനിറ്റോളം ടൌൺഷിപ്പിൽ ചെലവഴിച്ച അദ്ദേഹം പ്രദേശവാസികളുമായി സംസാരിച്ചു. ടൌൺഷിപ്പ് ജനങ്ങളുടെ മാതൃകാ പദ്ധതിയാണെന്നും ദുരന്തബാധിതരെ കേരളം ചേർത്തു നിർത്തുന്നതിന് ഉദാഹരണമാണെന്നും ശ്രീ മമ്മൂട്ടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വൈകുന്നേരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശാസ്തമംഗലം കൌൺസിലർ R ശ്രീലേഖ ചുവരെഴുതി പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾക്ക് ഭയരഹിത രാത്രി യാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയായ നിർഭയ നിശ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും നാളെ രാത്രി തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിൽ നടക്കുന്ന ചടങ്ങിൽ DGP റവാഡ ചന്ദ്രശേഖർ നിർവഹിക്കും. ICC പുരുഷ T20 ലോകകപ്പ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലൻഡിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരെ 7 റൺസ് വിജയം നേടി ഇന്ത്യ ഫൈനലിലെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ന്യൂസിലൻഡിന്റെ ഫൈനൽ പ്രവേശം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.